യോഗാ ദിനാചരണത്തിൻ്റെ ഒരുക്കങ്ങളായി. നമസ്കരിക്കുന്ന സുദിനമാണ്. നമുക്ക് ഇന്ത്യക്കാർക്ക് സ്വീകരിച്ചു കഴിഞ്ഞു. അവരുടെ ജീവിത ശൈലിയിലേക്ക് അവരിത് വിളക്കി ചേർത്തു. അങ്ങനെ എത്തിയിട്ടുള്ള എല്ലാ സുമനസ്സുകളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ സ്വാഗതം പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കും. ചേർത്തുകൊണ്ട് സങ്കല്പിക്കാൻ നമുക്ക് കഴിയുമോ? ഇതാണ് ഭാരതത്തിന്റെ അപ്പൊ പറയും ആത്മീയ ബോധം എന്താണെന്ന്. ആത്മീയ ബോധം എന്ന് പറയുന്ന അവനവന്റെ ബോധമാണ്. അവനവൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ മുനിസിപ്പൽ നഗരസഭയുടെ എന്താണ് യുവത്വത്തിന്റെ പ്രതീകമാണ്. അദ്ദേഹമാണ് ഇതിന്റെ ഉദ്ഘാടകൻ. സുന്ദർ ഗോൾ സാറിനെ എനിക്ക് നേരിട്ടറിയാം. അദ്ദേഹം വിളിച്ചത് നിങ്ങളെല്ലാവരും വനം തരും, പക്ഷെ മരത്തിന് സൂക്ഷിക്കാറില്ല എന്ന് പറഞ്ഞു. അതെനിക്ക് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക വാണിജ്ഞാണ്. ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു. എനിക്ക് വേണ്ടി ജോലിക്കാരുണ്ടായിരുന്നു. അയാൾക്ക് ഞാൻ മാസത്തോടെ 200 രൂപ കൊടുത്ത് 2 കൊലയിൽ കുളിക്കാൻ പോകും. മാസം ഈ മരം പോയി നോക്കണം. അതെനിക്കൊരു നിർബന്ധമായിരുന്നു. കൊല്ലം ഏതാണ്ട് 7 or 8 കാണും. യോഗയെ പറ്റി പറയാനോ ഒന്നും വേണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഇതൊക്കെ ഒരു മീറ്റിങ്ങുകളുടെ ഔപചാരികത എന്ന പേരിൽ ഞാൻ 2 വാക്ക് പറയാണ്. നമ്മുടെ പ്രാചീന ബിഷപ്പന്മാര് മുറിവ് സ്റ്റിച്ച് ചെയ്യാതെ ഉറുമ്പിന്റെ കൂടുകളെ വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്തിരുന്ന ഒരു കാലം. അതൊക്കെ നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ആ പൈതൃകമാണ് നമ്മൾ ഇപ്പോഴും പോരുന്നത്. യോഗ അതിലേറ്റവും പ്രാധാന്യ സ്ഥാനമാണ്. നേരത്തെ പരിചയമുള്ള പലരും ഇരിക്കുന്ന ഒരു ക്ലാസ്സാണത്. വളരെ പ്രബുദ്ധമായ ക്ലാസ്സാണ്. ഇതിന് യോഗയെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് സ്വന്തം ജീവിതത്തിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഈ യോഗയുടെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ശരീരത്തിന് ആരോഗ്യം വർദ്ധിപ്പിക്കുക മാത്രമല്ലല്ലോ, മനസ്സിൻ്റെയും നമ്മുടെ നേരത്തെ പറഞ്ഞ ആത്മാവിൻ്റെയും നമ്മുടെ സമ്മർദ്ദം കുറയ്ക്കാനും ടെൻഷൻ കുറയ്ക്കാനും ഒക്കെ. അപ്പോൾ ടെൻഷൻ ഇല്ലാത്ത മനുഷ്യരുണ്ടാവില്ല. യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തിയുള്ള കായിക ബലമുള്ള ഒരു ശരീരം. മനഃശാന്തി എന്ന് പറയുന്നത് എപ്പോൾ വേണോ തീരുമാനമെടുക്കാൻ തയ്യാറായിട്ടുള്ളൊരു മനസ്സ്, അതാണ് മനഃശാന്തി. ഇത് രണ്ടും ആയി കഴിയുമ്പം പരമാത്മാവിനോട് ലയിക്കാം. അഹം ബ്രഹ്മാസ്മി എന്നുള്ള തത്വം കിട്ടും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നമുക്കൊരു ക്രിയയിലേക്ക് കടന്നാലോ? ക്രിയ ചെയ്യാൻ തയ്യാറുള്ളവർ എഴുന്നേറ്റ് നിൽക്കൂ, അല്ലാത്തവർക്ക് അസൗകര്യമുള്ളവർക്ക് ആ കസേരയിൽ തന്നെ ഇരിക്കാം.